ഫ്രണ്ട്സ്, ലിഥാസ് ഫുഡ് വേൾഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കൂർക്ക ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കറിയാണ്. നമ്മൾ സാധാരണ കൂർക്ക മെഴുക്ക് പുരട്ടിയും തോരനും എല്ലാം അല്ലേ ചെയ്യാറുള്ളത്. ഇന്ന് നമുക്കൊരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കൂർക്ക വെച്ചിട്ടുള്ളൊരു കറി തയ്യാറാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ കൂർക്ക നന്നായി വൃത്തിയാക്കി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് 1/2 കിലോയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം ഞാൻ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് പറയാം. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും എല്ലാം ഒഴിച്ച് നമ്മുടെ കൂർക്ക വേവിക്കാനായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തീ കത്തിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കൂർക്ക ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 5 ചുവന്നുള്ളി ചെറുതായി നീളത്തിലരിഞ്ഞത്, 1 തണ്ട് കറിവേപ്പില, 2 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1/2 ടീസ്പൂൺ കടുക്, പിന്നെ കടുക് വറുക്കാൻ ആവശ്യമായിരിക്കുന്ന വെളിച്ചെണ്ണയും പിന്നെ ആവശ്യത്തിന് ഉപ്പും. അപ്പം നമുക്ക് ഇതിനി തയ്യാറാക്കാം. വെന്ത് വന്നിരിക്കുന്ന കൂർക്ക നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു ചീനച്ചട്ടിയിൽ ഞാൻ അല്പം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടുക് ഇട്ട് പൊട്ടിക്കാം. നമ്മുടെ കടുക് ഇവിടെ പൊട്ടി തീർന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർക്കാം. ഇനി കറിവേപ്പില ഒന്ന് നന്നായി മുരിക്കാം, ഇളക്കി കൊടുക്കാം. നമ്മുടെ ചുവന്നുള്ളിയും കറിവേപ്പിലയും നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായി പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനി മസാലയെല്ലാം ഇതിലൊന്ന് യോജിക്കട്ടെ. നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ കറി ഞാൻ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പം നമ്മുടെ മസാലയെല്ലാം കൂർക്കയിൽ പിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഉപ്പെല്ലാം നോക്കിയിട്ട് ആവശ്യത്തിന് ഇല്ല എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇതാണ് നമ്മുടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കൂർക്ക കറി. ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വറുത്തരച്ച് വെക്കില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിന്. അപ്പം കൂർക്ക ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒരിക്കലെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കണം. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.